Okay, reverse swing magpie pouter. ജാക്കോബിൻ ുന്നത് എൻ്റെ വൈഫാണ്. കൂടാതെ എനിക്ക് എപ്പോഴും ജാക്കോബിന് വേണ്ട ഫീഡൊക്കെ വാങ്ങാൻ പൈസ തരുന്നൊരു ബ്രീഡും കൂടെയാണ് റിവേഴ്സ് സ്വിംഗ് മാഗ്പൈ പൗട്ടർ. ഓക്കെ, ഇംഗ്ലീഷ്. I was explaining that this is my second favorite breed, which is kept by my wife. She is an expert in this. This reverse swing magpie pouter, which comes in 4 standard colors: blue, black, red, and yellow. So my objective of keeping reverse swing is so that I can get good babies and extra birds I can sell out, find the revenue to keep my Jacobins. That's the objective. And in reverse swing magpie pouter, my mentor is Jijo Thomas, who is presently in Canada. He's also a Malayali, and he's too good as a mentor. And as a breeder, my role model is Muller Lyall and Mike in Serbia, Malayalam. ഈ ബ്രീഡിൽ എൻ്റെ ഗുരു എന്ന് പറയുന്നത് ജിജോ തോമസ് ആണ്, കാനഡയിലുള്ള. അദ്ദേഹമാണ് എനിക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും തരുന്നത്. അദ്ദേഹം ഒരു മലയാളിയാണ്. ഈ കഴിഞ്ഞ ലൂസ് വില്ലേ നടന്ന ഷോയിൽ അദ്ദേഹം ജഡ്ജ് കൂടെയായിരുന്നു. കൂടാതെ എൻ്റെ ഒരു ബ്രീഡർ എന്ന നിലയിൽ എൻ്റെ റോൾ മോഡൽ മുല്ലർ ലയോൾ, മൈക്ക്. അവരാണ് ഏറ്റവും നല്ല മാഗ്പൈസിനെ ഇന്ന് കീപ്പ് ചെയ്യുന്നത്. ഇനി സ്റ്റാൻഡേർഡ് കളേഴ്സ്. 4 സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണുള്ളത്: ബ്ലൂ, ബ്ലാക്ക്, റെഡ്, യെല്ലോ. ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇത് വിവാദമായാൽ ഞാൻ ഉത്തരവാദിയല്ല, പക്ഷെ പറയേണ്ടത് പറഞ്ഞിരിക്കണം. ബ്ലൂ എന്ന് പറയുമ്പോൾ ആ ബ്ലൂ കളറിനൊരു പ്രത്യേകത ഉണ്ട് മാഗ്പൈയിൽ. അതായത് ഇതിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയില്ല. ഒരിക്കലും ഒരു ബ്ലൂ മാഗ്പൈനെ നമ്മൾ ബ്ലാക്ക് ആയിട്ടോ റെഡ് ആയിട്ടോ യെല്ലോ ആയിട്ടോ പെയർ ചെയ്യിക്കരുത്. അതൊരു തരം വഞ്ചനയാണ്. വർഷങ്ങളുടെ പ്രയത്നത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു ബ്രീഡാണ് റിവേഴ്സ് സ്വിംഗ് മാഗ്പൈ പൗട്ടർ. ഇന്ന് അത് പല തോന്നിയാസ കളറിലും ഉണ്ടാവുന്നുണ്ട്. നാളെ അത് ഒരു പക്ഷേ ഏതെങ്കിലും ക്ലബ് അംഗീകരിച്ച് അത് സ്റ്റാൻഡേർഡിൽ കൊണ്ടുവന്ന് അതിന് ഷോ ചെയ്യിക്കുമായിരിക്കാം. പക്ഷേ നിങ്ങളൊരു റിവേഴ്സ് സ്വിംഗ് മാഗ്പൈ പൗട്ടറിന്റെ ബ്രീഡർ ആണെങ്കിൽ ഒരിക്കലും ബ്ലൂവിനെ ബ്ലാക്ക് ആയിട്ടോ റെഡ് ആയിട്ടോ യെല്ലോ ആയിട്ടോ ചെയ്യരുത്. ബ്ലാക്കിനെ റെഡ് ആയിട്ടോ യെല്ലോ ആയിട്ടോ ചെയ്യരുത്. റെഡിനെ വേണമെങ്കിൽ യെല്ലോ ആയിട്ട് പെയർ ചെയ്യിക്കാം, യെല്ലോനെ വേണമെങ്കിൽ റെഡ് ആയിട്ട് പെയർ ചെയ്യിക്കാം. ബ്ലൂ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂവിന് തന്നെ ഒരു വ്യത്യാസമുണ്ട്. ഒരു സ്പെഷ്യൽ ബ്ലൂ ആണത്, അത്ര എളുപ്പമല്ല. അപ്പോൾ ഇതാണ് 4 സ്റ്റാൻഡേർഡ് കളേഴ്സ്. പിന്നെ എനിക്ക് ജാക്കോബിനായാലും മാഗ്പൈ പൗട്ടർ ആയാലും ഇന്ന് നിൽക്കുന്ന ഒരു തെറ്റായ ധാരണയുണ്ട്. ആരെന്ത് വിചാരിച്ചാലും എനിക്കത് പറഞ്ഞേ തീരൂ. കാരണം 1 2 ബ്രീഡറെങ്കിലും അത് മനസ്സിലാക്കിയാൽ അത് മതി. അതായത് ന്യൂ ലൈനേജ്. എന്താണ് ഈ ന്യൂ ലൈനേജ്? ഒരാൾ ഇമ്പോർട്ട് ചെയ്യുന്നു, അടുത്ത കൊല്ലം അത് ബ്രീഡ് ചെയ്യുന്നു, ന്യൂ ലൈനേജ്. അങ്ങനെയാണോ? എന്താണോ ലൈനേജ്? അത് രക്തബന്ധത്തിനാണല്ലോ ഈ ലൈനേജ് എന്ന് പറയുന്നത്. 1900s 1995 ഉണ്ടായിരുന്ന ഈ ബേർഡ് ഈ സ്റ്റാൻഡേർഡിൽ അന്നേ ഉണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെയാണ് കേരളത്തിൽ മാത്രം ഒരു ന്യൂ ബ്രീഡ് ആയത്, ന്യൂ ലൈനേജ് ആയതെന്ന് അറിയില്ല. തെറ്റായൊരു ഉപയോഗമാണത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ പോയി പെടരുത്. കുറെ ചവറുകളെ പണ്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 2014-15. അത് ഔട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ആണെന്ന് മനസ്സിലായിട്ട് നല്ല ബേർഡ്സിന് നമ്മൾ പിന്നീട് കൊണ്ടുവന്നു. നല്ല ബേർഡ്സ് ആണ്. അതൊരു ജീൻ പൂളാണ്. ഒരു ബ്രീഡറിന്റെ വർഷങ്ങളുടെ പ്രയത്നത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ജാക്കോബ്, ക്ലിൻ റോബർട്സിന്റെ ജാക്കോബിൻ. അത് എവിടെ ഇട്ടാലും നമുക്കറിയാം അത് ക്ലിൻ റോബർട്സും സാറിതാണെന്ന്. അതാണ് അത് ആ ജീൻ പൂളാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാതെ 2020 ജനിച്ചു കഴിഞ്ഞാൽ ന്യൂ ലൈനേജ്, 2018 ഓൾഡ് ലൈനേജ്, അങ്ങനെ ഒരു കുന്തമില്ല. Okay, in English. See, don't get confused and carried away by some unethical traders who says this is new lineage. That's stupid. See,
The kind of birds what we admire today, it was already there in Canada or many European countries in 1900s. In 2014-15, we never understood, we never looked at the standards. Off late by 2015 or something, after UPC, United Pigeon Club, started with the shows, and by the entry of Suhair Raji Sir, many legends, we came to know about the standards, and now we keep the best birds. Earlier, we were keeping all the, scraps which was fleshed out from many other countries, including Middle East. So you should understand what the standard is, and there is nothing called new lineage. It's about the gene pool which is created by any breeder. For example, you look at Clint Robertson bird. It never needs a label that this is Clint Robertson bird. It is Clint Robertson bird. It's easy to identify because he took almost 20, 30 years to develop that bird. 42 years. My age is 42. So exactly 42 years he took. So it's not new lineage, my friends. It's the standard Jacobin. Now, if you're keeping pouters, please do understand, and there is a myth that pouters are very tough to breed or very tough to keep because they have sore crop infection. No, I'm keeping pouters from 2016 onwards. Yes, there was problem, but maybe in a year, 1 or 2. Now, what's the reason? See, pouter, especially reverse wing magpie pouter, is a breed which likes to fly a lot. It needs a lot of space. They are highly fertile. They clap their wings. They become too friendly with you. So you just log into reverse wing Pouters Loft Mulla Layal in Facebook. You can see they are breeding in numbers, hundreds of birds. And yes, of course, they need posters. You should never allow a magpie pouter to feed its own. There are breeders who is doing it. Even Mulla Layal is doing it. But I recommend my personal experience. Please don't do that. Yeah, maybe end of the breeding season, you can allow them to just take care of one baby, that's it, but not on continuously. And whatever I said regarding Jacobin, the breeding strategies applies to, magpies as reverse wing magpie pouters as well. One more thing, never pair a red, a red to a blue, a black to a blue. Keep blue to blue, black to black. Yes, of course, red to yellow is fine, but still you have to see. Okay, now when you're keeping magpie pouters, keep the loft hygienic, because it may leave, if it is unhygienic, if the droppings, the toilet, the droppings of bird, the fecals of any bird, any pigeons or any bird, it secretes ammonia, and that leads to many problems, including one-eye cold and a lot of other things, worms and all those. So to avoid sore crop and all those things, ensure that your loft is hygienic. And my personal suggestion is have a big room for them and make some shelves and perches. Allow them, keep the magpies in that, pair them up blue to blue and all, keep them in the cages for some time and then leave them to this colony. They will mate, they will go inside, they will lay egg, and those eggs can be switched to homers. And my personal opinion, for one homer, one egg. One pair of homer, one egg. That's it. So you get good number of babies. And fertility rate in magpies are excellent compared to Jacobins. You don't have to worry about it. And of course, you have to take care of them on a, it's a priority that you have to deworm them, remove all the external parasites, we call it as deluge, even disinfect the cage on a monthly basis, vaccine them yearly for PMV, adeno, etc. And whatever I said for Jacobins molting, breeding,
show season. These 3 applies. That's all. Yeah, I think I managed the time. Yeah, just finished 4 minutes before the scheduled time. ഞാൻ കറക്റ്റ് പറഞ്ഞ സമയത്ത് തന്നെ തീർത്തു എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എന്നെ സഹിച്ച ഇതിലെ ഓരോ മെമ്പേഴ്സിനും നന്ദി. Thank you for your patient listening. Being a teacher, I'm sure that my lecture was a bit boring. Hope it was informative as well. Hope you agree to me. Yes, there are a lot of things to say. It will take not less than 1 day to speak about Jacobin and another 1 day for reverse swing magpie powder. Agriculture Association ഒരു വാക്ക് ഒരു നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ഒരു വെബിനാറിന് നേതൃത്വം കൊടുക്കാനായിട്ട് സാധിച്ചതിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അസോസിയേഷന് വേണ്ടി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതായ ടീച്ചേഴ്സ് ഡേയിൽ വന്നതിനുള്ളതായ സന്തോഷവും നന്ദി, പ്രത്യേകിച്ച് ഇത്രയും സമയം ഞങ്ങളുമായിട്ട് ചെലവിട്ടതിനുള്ളതായ നന്ദി ഒറ്റവാക്കി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒത്തിരി ഡൗട്ട്സ് കാണും. ഏതായാലും ഡൗട്ട്സ് സാറിന് സാധിക്കുന്നത്ര സമയം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ അവസരമുണ്ട്. Thank you, Deepu. Thank you, Aviculture Association of Kerala, all audience. Maybe on a different date we can also discuss about disease, medication, etc. Or if you want to say it now, I am also ready to say 1 or 2 here. നിങ്ങൾക്ക് ആർക്കെങ്കിലും മെഡിസിൻസിന് വേണമെങ്കിൽ വേറെ ദിവസം നമുക്ക് വെക്കാം. കാരണം അത് ഒരുപാട് പറയാനുണ്ട്. പെട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. പറയണമെങ്കിൽ ഞാൻ 1-2 എണ്ണം ഇപ്പൊ പറയാം.